കിട്ടുന്ന ഉരുക്ക് വെളിച്ചെണ്ണ വിദേശത്തേക്ക് കയറ്റി വെച്ച് അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല. അതാണ്. അതായത് നമ്മളൊരു അമൃത യൂണിവേഴ്സിറ്റി, അമൃത മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അവരുമായിട്ടൊരു പഠനം നടത്തി വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ റേഡിയേഷൻ ട്രീറ്റ്മെന്റ് കഴിയുന്ന പേഷ്യൻസിന് വായിലെ അൾസേഴ്സ് വരാറുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വന്ന പേഷ്യൻസ് കുറച്ച് പേർക്ക് നമ്മൾ വിസിയോ കൊടുക്കും. വെർജിൻ കോക്കനട്ട് ഓയിൽ കുറച്ച് പേർക്ക് ഇത് കൊടുക്കാതെ അങ്ങനെ ഒരു സ്റ്റഡി നടത്തി. അപ്പോൾ ഇത് കൊടുത്തിട്ടുള്ള ആളുകളിൽ വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ആ മൗത്ത് അൾസറുകൾ ഇല്ലാതെ അങ്ങനെ. അതുപോലെ നമുക്ക് കുടലിലുണ്ടാകുന്ന അൾസറുകൾ അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങൾക്ക് ഒരു പ്രതിവിധിയാണ്. നമുക്കൊരു മെഡിസിൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ഹെൽത്ത് സപ്ലിമെന്റ് എന്ന് പറയാം. ഹെൽത്ത് സപ്ലിമെന്റ് അതായത് രോഗം മാറ്റുന്നതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ രോഗം വരാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. വെർജിൻ കോക്കനട്ട് ഓയിലിന്റെ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ക്യാപ്സ്യൂൾ ഫോമിൽ ലഭ്യമാണ്. നമുക്ക് ക്യാപ്സ്യൂൾ നമ്മുടെ ഈ ഫിഷ് ഓയിലൊക്കെ വരുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഇതും അത് നമുക്ക് നേരിട്ട് എണ്ണ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ക്യാപ്സ്യൂള് കഴിച്ചാൽ മതി. അങ്ങനെയും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. പിന്നെ ഉള്ളത് അപ്പോൾ വെളിച്ചെണ്ണയുടെയും എണ്ണയുടെയും ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ ഇതൊക്കെ പറഞ്ഞത്. നമ്മളിനി അടുത്തത് കോക്കനട്ട് വാട്ടർ, തേങ്ങാവെള്ളം. തേങ്ങാവെള്ളം നമുക്കറിയാം, അതിനകത്ത് ഒരുപാട് ധാതു ലവണങ്ങൾ അല്ലേ, പൊട്ടാസ്യം, സോഡിയം പോലുള്ള മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ധാതു ലവണങ്ങൾ ധാരാളം. അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ നിർജ്ജലീകരണം തടയുന്നതിന് നല്ലതാണ് ഈ ഇളനീരെന്ന് പറയുന്നത്. അത് മൂപ്പത്തി തേങ്ങാവെള്ളം ആകുമ്പോൾ അത്രയും ഗുണങ്ങളില്ല, പക്ഷെ അതിനകത്തും ഉണ്ട് മിനറൽസും സോഡിയം പൊട്ടാസ്യം ഇത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇളനീരാകുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലതാണ്, കുടിക്കാനും നമുക്കൊരു റിഫ്രഷിംഗ് ഫീലിംഗ് കിട്ടും. അപ്പോൾ അതേപോലെ സിങ്ക്, കാൽസ്യം, വൈറ്റമിൻ സി, എ, കെ ഇതേപോലെയുള്ള ഒരുപാട് വൈറ്റമിനുകളും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് ഇളനീര് അല്ലെങ്കിൽ തേങ്ങാവെള്ളം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കോക്കനട്ട് ഷുഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് കോക്കനട്ട് ഷുഗർ എന്ന് പറയുന്നത്. ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്, അതിനകത്ത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. അതുപോലെ കോക്കനട്ട് ഫ്ലോർ. കോക്കനട്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ പീര എന്ന് പറയും. അത് തേങ്ങ പീര എന്ന് ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ തേങ്ങയ്ക്ക് പറയാറുണ്ട്, ചിലയിടങ്ങളിലൊക്കെ തേങ്ങാപ്പാൽ എടുത്ത് ബാക്കി വരുന്ന പീര, അതിന് തേങ്ങാപ്പീര. തേങ്ങാപ്പാൽ എടുത്തിട്ട് ബാക്കി വരുന്ന പീര, അതിന് കോക്കനട്ട് ഫ്ലോർ എന്ന് പറയും. അപ്പോൾ ആ കോക്കനട്ട് ഫ്ലോറിന്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഡയറ്ററി ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഇപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളൊക്കെ ധാരാളമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിനിധിയാണ് എന്തുവാ ഈ നാര് ഡയറ്ററി ഫൈബർ നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പം ഡയറ്ററി ഫൈബർ സപ്ലിമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കോക്കനട്ട് ഫ്ലോർ ഉപയോഗിക്കുന്നത്. അതിന് നാല് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രോട്ടീൻ, ഇത് രണ്ടുമാണ് കോക്കനട്ട് ഫ്ലോറിൽ. പിന്നെ തേങ്ങാപ്പാൽ. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലിനാണല്ലോ എണ്ണ എടുക്കുന്നത്, വെളിച്ചെണ്ണ എടുക്കുന്നത്. അതിപ്പോൾ ആ ഗുണങ്ങളൊക്കെ തന്നെ തേങ്ങാപ്പാലിലുണ്ട്. യൂറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ തേങ്ങാപ്പാലിൽ ഉണ്ട്. പിന്നെ പൊങ്ങിന്റെ കാര്യം ഇപ്പോൾ പറഞ്ഞ പോലെ ആന്റി ഓക്സിഡന്റുകൾ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും വേണ്ട ഒരു ഇതാണ് ആന്റി ഓക്സിഡൻസ്. അത് രോഗങ്ങൾ നല്ലതാണ്. ആന്റി ഓക്സിഡന്റ് ധാരാളം പൊങ്ങിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ കാർഡിയോ പ്രൊട്ടക്റ്റീവ് ആണ്, അതും പൊങ്ങ്. പിന്നെ നോൺ ഫുഡ് പ്രോഡക്ട്സ്, ഭക്ഷ്യം യോഗ്യമല്ലാത്ത നാളികേരത്തിന്റെ പ്രോഡക്റ്റുകൾ എന്നാണ്. ഒന്ന് ഹസ്ക്, തൊണ്ട്, നാളികേരത്തിന്റെ തൊണ്ട് വെച്ചിട്ട് നാച്ചുറൽ ഫൈബർ കോയർ, അത് റബറൈസ്ഡ് കോയർ, അതിന്റെ പലതരത്തിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. പിന്നെ കോയർ പിത്ത് ഉണ്ട്, കോയർ പിത്ത് കമ്പോസ്റ്റ് ലിക്വിഡ്സ് ഉണ്ട്. പിന്നെ ചിരട്ട, അതിന്റെ ഹാൻഡിക്രാഫ്റ്റ് ഐസ്ക്രീം കപ്സ്, ഷെൽ പൗഡർ ചെയ്യുന്ന അഗർബത്തി, മൊസ്കിറ്റോ കോഴികൾ, അതുപോലെ കൊതുകുതിരി ചന്ദനത്തിരിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ചാർക്കോളിൽ നിന്ന് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ആക്ടിവേറ്റഡ് കാർബൺ ഫേസ് മാസ്ക്, വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇതിനൊക്കെ ഉപയോഗിക്കുന്നു. ഈവൻ സ്വർണ്ണ ഖനികളിൽ നിന്ന് സ്വർണ്ണം വേർതിരിക്കുന്നതിനൊക്കെ ഈ ആക്ടിവേറ്റഡ് കാർബൺ ഉപയോഗിക്കുന്നുണ്ട്. തടി വെച്ചിട്ട് ഫർണിച്ചറും കാര്യങ്ങളും പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ നിർമ്മിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പ്രോഡക്ട്സ് ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ വെർജിൻ കോക്കനട്ട്
മദേഴ്സ് മിൽക്ക് എന്നാണ് പറയുന്നത്. അതായത് അമ്മമാരുടെ മുല